ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെൽറ്റ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്ന പ്ലാറ്റ്ഫോമിൽ എങ്ങനെ നമുക്ക് ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡ് ചെയ്യാൻ നമുക്ക് ആദ്യം വേണ്ട കാര്യം അതിലൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അത് വളരെ ഫാസ്റ്റായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ ലൈവായിട്ട് ഒരു ട്രേഡും എടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോയിൽ. ഇതിൻ്റെ ഗുണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എന്താ പറയുക, ഇന്ത്യയിലുള്ള ലീഗലായിട്ട് നമുക്ക് ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു പ്ലാറ്റ്ഫോമാണ് എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ ഇതിൽ നമുക്ക് പലരും വിചാരിക്കുന്ന പോലെ 30% ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ. കാരണം നമ്മളിവിടെ ചെയ്യുന്നത് ക്രിപ്റ്റോ കറൻസി ഡയറക്റ്റ് വാങ്ങുകയല്ല, ക്രിപ്റ്റോ കറൻസിൻ്റെ ഫ്യൂച്ചറിലും ഓപ്ഷൻസിലുമാണ് ഇതിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 30%ൻ്റെ പ്രോബ്ലം ഇതിൽ വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ പല ആളുകളും ഡെൽറ്റ എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഗൂഗിളിലൊക്കെ പോയിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഡെൽറ്റ എക്സ്ചേഞ്ച് ഗ്ലോബൽ എന്ന ഇതിലായിരിക്കും ചിലപ്പോൾ പലരും ഓപ്പൺ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 30% ടാക്സിൻ്റെ ഇളവ് കിട്ടുകയില്ല. പിന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും വിഡ്രോ ചെയ്യുമ്പോഴും പല പ്രോബ്ലംസും കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയെ തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വെച്ചിട്ട് ഓപ്പൺ ചെയ്താൽ ഈ ഒരു പേജ് ഓപ്പൺ ആവും. നിങ്ങൾക്ക് അവിടെ പോയിട്ട് സൈൻ അപ്പ് ചെയ്യാനും പറ്റും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ആ ഒരു ലിങ്ക് വെച്ചിട്ട് തന്നെ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക. ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലുള്ള വേറെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 10% ബ്രോക്കറേജ് ഡിസ്കൗണ്ട് ഇതിൽ കിട്ടുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ ഇതിലൊരു വെബിനാർ വെക്കുന്നുണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോം ഈസി ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള അതിലേക്കും നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് വഴി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, എൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വേറെ ഗുണങ്ങൾ വെച്ചാൽ ഇതിൽ 24/7 ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് 7 ദിവസവും 24 മണിക്കൂറും നല്ല വോളിയം ഉള്ള ഒരു ട്രേഡ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ക്രിപ്റ്റോ കറൻസി വാങ്ങാതെ തന്നെ ഇതിൽ ചെയ്യാനും പറ്റും. പിന്നെ വിഡ്രോവലും ഡെപ്പോസിറ്റും വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാനും പറ്റും. അതൊക്കെ ഇതിൻ്റെ ഫീച്ചേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ വളരെ ചെറിയ എമൗണ്ട്, വെറും 500 രൂപ ഇട്ടിട്ട് പോലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഫണ്ട് ആഡ് ചെയ്തിട്ട് ഈസി ആയിട്ട് ട്രേഡ് ചെയ്ത് നമുക്ക് പഠിക്കാം. ആദ്യം നമുക്ക് ട്രേഡിങ് പഠിക്കുമ്പോൾ വലിയ പൈസ ഒന്നും ഇട്ട് ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് ചെറിയ എമൗണ്ട് ഇട്ടിട്ട് ആ ഒരു ട്രേഡിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനോ അതിലുള്ള സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നതോ ഒക്കെ നോക്കാനും നിങ്ങൾക്ക് ഈസിയാണ്. ചെറിയ എമൗണ്ട് ഇട്ട് വലിയ പൈസ കളയേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു ഗുണമാണ്. അതൊക്കെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യണം ഒക്കെ വളരെ സിമ്പിളാണ്. പിന്നെ ഇതിന് നമ്മൾ ആദ്യം ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടത് നമ്മൾ KYC വെരിഫിക്കേഷൻ ചെയ്യാണ്. KYC ചെയ്യണം, ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം എന്നുള്ളതാണ്. അതിന് നമുക്ക് ആധാർ കാർഡും പാൻ കാർഡും വേണം. 1 മിനിറ്റ് കൊണ്ട് തന്നെ പരിപാടി കഴിയുന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഗുണങ്ങളാണ്. അതായത് ജോലിക്ക് പോകുന്ന ആളുകൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൽ, സ്ട്രാറ്റജി ബിൽഡർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടോ നിങ്ങൾക്ക് കാണാം ഡെൽറ്റ എക്സ്ചേഞ്ച് ലീഗലാണെന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്താ പറയുക, ഇവർ FIUവിൽ രജിസ്റ്റേർഡ് ആണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലീഗൽ ഇഷ്യൂസും ഇല്ല. പിന്നെ 24/7 അവർക്ക് എന്താ പറയുക, നമുക്ക് കസ്റ്റമർ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് സൈനപ്പ് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പലരും സൈനപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ ഗൂഗിൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ആയിട്ട് ജോയിൻ ചെയ്യാവുന്നുള്ളൂ. വളരെ സിമ്പിളാണ്. ഗൂഗിൾ ഇത് ക്ലിക്ക് ചെയ്യാന്നിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സൈനപ്പിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് യുവർ അക്കൗണ്ട് ഈസ് ക്രിയേറ്റഡ്, എത്ര പണിയുള്ളൂ. അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ എത്ര പണി, ഇപ്പം ഓൾറെഡി നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇനി ഗെറ്റ് വെരിഫൈഡ് ടു സ്റ്റാർട്ട് ട്രേഡിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അവിടെ നമ്മുടെ ഫേസ് കാണാം, നമുക്ക് കാണാം, നമ്മുടെ സുന്ദരമായ മുഖം കാണാം. അവിടെ അലോ ദിസ് ടൈം എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു കമ്പനീൻ്റെ പേരിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ കൊടുക്കാം. നമ്മളിപ്പോൾ പേഴ്സണലി ചെയ്യുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ കൊടുക്കുക. അത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഫോൺ വെരിഫിക്കേഷൻ ചെയ്യണം, ആധാർ ചെയ്യണം. അപ്പോൾ നമ്മൾ വെരിഫൈ ആദ്യം കൊടുക്കുക. വെരിഫൈ നോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് വെരിഫൈ ഫോൺ നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു OTP കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ വരും. OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് കോഡ് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ വിത്ത് ID വെരിഫിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രൊസീഡ് വിത്ത് മൊബൈലും കൊടുക്കുക, പ്രൊസീഡ് ഹിയറും. വെബ്സൈറ്റിൽ ചെയ്യണമെങ്കിൽ പ്രൊസീഡ് ഹിയർ കൊടുക്കുക, അല്ലെങ്കിൽ പ്രൊസീഡ് വിത്ത് മൊബൈൽ കൊടുക്കുക. മൊബൈലിൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഏതായാലും ഡെസ്ക്ടോപ്പിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ മൊബൈലിൽ ചെയ്യുന്ന ആളുകളാണ് പ്രൊസീഡ് വിത്ത് മൊബൈൽ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇത് ക്യാമറയൊക്കെ യൂസ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. മൊബൈലിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലും യൂസ് ചെയ്യാം ക്യാമറ. പ്രൊസീഡ് ഹിയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും. നമ്മുടെ വെബ്സൈറ്റ്, നമ്മുടെ ലാപ്പിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഫഷൻ, നമ്മുടെ പ്രൊഫഷൻ കൊടുക്കുക. അപ്പോൾ പ്രൊഫഷണലാണോ അല്ലെങ്കിൽ നോട്ട് വർക്കിംഗ് എന്ത് കൊടുത്താലും കുഴപ്പമില്ല. നമ്മുടെ ആനുവൽ ഇൻകം ബിലോ 1 to 5 lakh കൊടുക്കുക. ഒരു പ്രൊസീഡ് ടു ക്യാപ്ചർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫേസ് ഇതുപോലെ ഒരു ക്യാപ്ചർ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ക്യാപ്ചറായി കിട്ടും.
ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്യാപ്ചർ ഫോട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ക്യാപ്ചർ ഫോട്ടോ കൊടുക്കുക. അതായത് പാൻ കാർഡിൻ്റെ ഫോട്ടോ നമ്മൾ കൊടുക്കണം. ക്യാപ്ചർ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അപ്ലോഡ് ഡോക്യുമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നമുക്ക് പാൻ കാർഡ് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് അപ്ലോഡ് ചെയ്യാനും പറ്റും. ഓക്കെ, അങ്ങനെ ഞാൻ ഓൾറെഡി എൻ്റെ പാൻ കാർഡ് എൻ്റെ സിസ്റ്റത്തിലുള്ളത് കൊണ്ട് ഞാൻ അപ്ലോഡ് ഫോട്ടോ കൊടുത്തിട്ട് ഞാൻ അവിടെ പോയിട്ട് എൻ്റെ പാൻ കാർഡിൻ്റെ കോപ്പി ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് പാൻ കാർഡ് ഓപ്പൺ ആയി. എന്നിട്ട് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്ക് ഓപ്പൺ ആവും. യെസ് ടേക്ക് മീ ടു ഡിജി ലോക്കർ ഫ്ലോ എന്ന് കൊടുത്ത് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങളുടെ ആധാർ കാർഡും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്തിരിക്കണം. ഓക്കെ, ലിങ്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആ ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ നമ്മുടെ ആധാർ നമ്പർ എൻട്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്യാപ്ചയും കൂടി കൊടുത്തു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് താഴെ കാണുന്ന ക്യാപ്ച കൊടുത്തിട്ട് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു പേജ് വരും. അതിൽ OTP കൊടുക്കുക. നമുക്ക് ഒരു OTP വരും. ഓക്കെ, നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP ഇവിടെ അടിച്ചിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സേവ് പാസ്വേഡിൻ്റെ ഓപ്ഷൻ അത് നെവർ കൊടുത്താൽ മതി, കുഴപ്പമില്ല. പിന്നെ നമുക്ക് ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഡിജി ലോക്കറിൻ്റെ 6 ഡിജിറ്റ് പിൻ നമ്പറാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ആ ഒരു 6 ഡിജിറ്റ് പിൻ നമ്പർ ഇവിടെ കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗെറ്റ് സെക്യൂരിറ്റി പിന്ന് കൊടുത്താൽ മതി. അതെങ്ങനെ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ഡിജി ലോക്കർ മറന്നിട്ട് പാസ്വേഡ് മറന്നിട്ട് ഫോർഗെറ്റ് സെക്യൂരിറ്റി പിൻ അടിച്ചിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് മന്ത് ഇയർ കൊടുത്താൽ മതി അവിടെ. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ പലരും ഡിജി ലോക്കർ എന്താണെന്നൊക്കെ കൺഫ്യൂഷനുള്ള ആളുകളുണ്ട്. കുറേ മുന്നൊക്കെ ചെയ്തറിയാം. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ആളുകൾക്കൊക്കെ ഇത് ഉണ്ടാവും. പക്ഷേ ഇതെന്താണ്, ഞാൻ പാസ്വേഡ് എന്താ കൊടുത്തത്, അതൊന്നും ഓർമ്മയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഫോർഗെറ്റ് പാസ്വേഡ് അടിച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യാവുന്നുള്ളൂ. നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ നമ്മളൊരു 6 അക്ക പുതിയൊരു പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്പേഴ്സോ എന്തെങ്കിലും ഒരു പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഡിജി ലോക്കറിൻ്റെ പാസ്വേഡ് പുതിയ പിൻ നമ്പർ അടിച്ചതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരാം. ആധാർ കാർഡ്, പാൻ വെരിഫിക്കേഷൻ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അലോ കൊടുത്തു കഴിഞ്ഞാൽ മതി. ഓക്കെ, അലോ ക്ലിക്ക് ചെയ്യുക. അലോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു ഡിലേ ഉണ്ടാവും. KYC വെരിഫിക്കേഷൻ സബ്മിറ്റഡ്, ഇത്രേ ഉള്ളൂ. കുറച്ച് ഡിലേ ഒന്നുമില്ല, 5 സെക്കൻഡുള്ള പരിപാടി കഴിഞ്ഞു അല്ലേ. നമുക്ക് എന്താണ് KYC സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് KYC കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് KYC ഫുള്ളായി. KYC ഉണ്ടോ 2 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്യാം, ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടോ. ഇവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പർ അതുപോലെ IFSC കോഡ് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ആഡ് ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ്, ഒരു ഇമെയിൽ വെരിഫിക്കേഷൻ കോഡ് വരും. ഇമെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. ആ ഒരു വെരിഫിക്കേഷൻ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് OTP എന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷനാണ്. പിന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡെൽറ്റ എക്സ്ചേഞ്ചിൽ നിന്ന് ₹1 നമുക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും ₹1. അപ്പോൾ നമ്മളവിടെ ഓൾറെഡി ആഡ് സക്സസ്ഫുള്ളി എന്നുള്ളതാണ്. ഇനി ഫണ്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ആഡ് ഫണ്ട് കൊടുത്തിട്ട് നമുക്ക് ഫണ്ടും ആഡ് ചെയ്യാം. ഫണ്ട് ആഡ് ചെയ്യാൻ ഈസിയാണ്. പക്ഷേ നമുക്ക് എന്താണ്, ഗൂഗിൾ പേ ഇതുവരെ വന്നിട്ടില്ല. UPI ട്രാൻസ്ഫർ തുടങ്ങാൻ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് അക്കൗണ്ട് ത്രൂ തന്നെ ട്രാൻസ്ഫർ ചെയ്യണം. താഴെ കാണുന്ന 2 അക്കൗണ്ട് നമ്പർ, ഡെൽറ്റ അക്കൗണ്ട് 1 ഉണ്ട്, ഡെൽറ്റ അക്കൗണ്ട് 2 ഉണ്ട്. ഇതിലേതിലും ട്രാൻസ്ഫർ ചെയ്യുക. IMPS വഴി ചെയ്യുക, നെഫ്റ്റ് വഴി ചെയ്യുക. IMPS വഴി 1 മിനിറ്റ് കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്ന പരിപാടിയുള്ളൂ. ഒറ്റ സെക്കൻഡ് കൊണ്ട് ട്രാൻസ്ഫർ നടക്കും കേട്ടോ. ജസ്റ്റ് ആ കാണുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ നമ്മുടെ ഇക്വിറ്റാസ് ബാങ്കിൻ്റെ ആ ഒരു അക്കൗണ്ടിലേക്ക്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ്. ഇപ്പോൾ ഇതിൽ ഒരുപാട് ഫസ്റ്റ് കാണുമ്പോൾ ഒരു ടഫായിട്ട് നമുക്ക് വളരെ സിമ്പിളാണ്. ഒറ്റ പ്രാവശ്യം ഒന്ന് ഫെമിലിയർ ആയാൽ മതി. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ആഡ് ഫണ്ട് ചെയ്യുന്നതും അതുപോലെ ഈ ഒരു ആപ്പിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്കൊരു ഞാൻ പറഞ്ഞ ആ ഒരു വെബിനാറിൽ നമുക്ക് ചെയ്യാം. നിങ്ങൾ ഫസ്റ്റ് ആ ഒരു എൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് വഴി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അവർക്കെല്ലാം നമ്മൾ വെബിനാർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ ഇൻ്റർഫേസ് എങ്ങനെ ഈസി ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വെബിനാർ ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഇത് ജസ്റ്റ് സിമ്പിളാണ്. ബൈ സെല്ല് കുറച്ച് ഓപ്ഷൻസ് ഉള്ളൂ. മറ്റുള്ളതിൻ്റെ അതേപോലെ തന്നെയാണ്. മറ്റേ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്യുന്ന ഡിമാറ്റ് അക്കൗണ്ടുകൾ സെയിം ആണ്. ചെറിയ കുറച്ചും കൂടി സിമ്പിളാണ്, കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫസ്റ്റ് കാണുമ്പോൾ ഇത്രയും ഇത് കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും വളരെ സിമ്പിളാണ്. ഇനി ഞാനൊരു ലൈവായിട്ടൊരു ട്രേഡ് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ അതിൽ ഒരു ₹500 ആഡ് ചെയ്തിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക്. IMPS വഴി ഞാൻ ₹500 ആഡ് ചെയ്തൊരു സെക്കൻഡ് കൊണ്ട് തന്നെ ₹500 ഇതിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കൊരു ക്വാണ്ടിറ്റി വാങ്ങാമെന്നുള്ളത് ഇങ്ങനെ നോക്കാം. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ലിമിറ്റ് ഓർഡർ ഉണ്ട്, മാർക്കറ്റ് ഓർഡർ ഉണ്ട്, സ്റ്റോപ്പ് ലോസ് ഓർഡർ ഉണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ മറ്റേ കാണുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പറയാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ 1,03,300 ആണ് ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ. ഇത് BTC USD ഇതിലാണ് നമ്മൾ മെയിനായിട്ട് ട്രേഡ് ചെയ്യാൻ പോകുന്നത്. ഇതിലാണ് ഏറ്റവും കൂടുതൽ ഇതിൽ വോളിയം ഉള്ളത്. ആളുകൾ ട്രേഡ് ചെയ്യുന്ന സാധനമാണ് BTC USD. ഓക്കെ, ബിറ്റ് കോയിന് US ഡോളർ.
പെയറിലാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ബൈയും സെല്ലും ഇതുപോലെ നമുക്ക് ചെയ്യാം. ലിവറേജിൻ്റെ ഒരു ഓപ്ഷൻ വെച്ചാൽ 25 ഉണ്ട്, 10 ഉണ്ട്, 200 ടൈംസ് വരെ ഉണ്ട്. അതായത് ശരിക്കും നമുക്ക് ഒരു ലോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ശരിക്കും ഇതിൽ വേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ $100 വേണം ശരിക്കും. അതായത് 1,00,000 ഡിവൈഡ് ബൈ 1000 ആണ്, $100 വേണം ഒരു ലോട്ട് വാങ്ങാൻ വേണ്ടി. പക്ഷെ നമ്മൾ ഈ 25x ലിവറേജ് വെച്ചിട്ട് വെറും $500 വെച്ചിട്ട് 8,000 രൂപ വേണ്ട ട്രേഡ് നമ്മൾ $500 വെച്ചിട്ട് വരെ ഇതിലെടുക്കാം. അതുമല്ല ഒരു 50 രൂപ 100 രൂപയൊക്കെ ഉണ്ടെങ്കിലും ഈ 8,000 രൂപയുടെ ട്രേഡ് എടുക്കുക. അത്രയും ലിവറേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ട്രേഡിങ് വലിയ ലിവറേജ് ഒന്നും എടുത്ത് ചെയ്യണ്ട. ഇപ്പോൾ പ്രോഫിറ്റ് വന്നാൽ നല്ല പ്രോഫിറ്റ്, പക്ഷേ ലോസ് വന്നാൽ അതുപോലെ ലോസ് വരും. ലോട്ട് സൈസ് ഇതുപോലെ ഒറ്റ ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട $4 ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, $4 ശരിക്കും നമ്മൾ 25 ലിവറേജ് എടുത്തുകൊണ്ട് 4 × $25 വരും ഇതിൻ്റെ ഒരു മാർജിൻ എമൗണ്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ട്രേഡ് നോക്കാം. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പറയാം. ജസ്റ്റ് ഒരു ട്രേഡ് ഞാൻ ലിമിറ്റ് ഓർഡറിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാർക്കറ്റ് താഴേക്ക് വന്ന എൻട്രി ഓർഡർ ഫിൽഡ് എന്ന് ഇവിടെ കാണിക്കാം. എൻട്രി ക്ലിക്ക്, അതായത് 1,280,000 ടാപ്പ് ചെയ്യുമ്പോൾ ഞാൻ ബൈ സൈഡിലേക്കാണ് കൊടുത്തത്. അതായത് മാർക്കറ്റ് ഈ മുകളിലേക്ക് പോകും എന്ന് പറഞ്ഞ് ഞാനൊരു ട്രേഡ് എടുത്താൽ ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണാം. ഈ സ്ക്രീനിൽ തന്നെ PNL $0.01 എന്ന് കാണാം. അതായത് ആ ലോസിലാണ്, ചെറിയ ലോസിലാണ് ഇപ്പം നമുക്കുള്ളത്. ഇത് ഞാൻ ലിമിറ്റ് ഓർഡറിൽ കൊടുത്തതാണ്. ജസ്റ്റ് ബൈ ക്ലിക്ക് ചെയ്തത്, ബൈ ഞാൻ കൊടുത്തത്, സെല്ലല്ല ബൈ ആണ്. എൻ്റെ പ്ലാന് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതാണ്. ഞാൻ ലിക്വിഡിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുക. ലിക്വിഡിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ബിറ്റ് കോയിനിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, BTC USD നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സിസ്റ്റം, അതായത് ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ പ്ലാൻ ചെയ്യാൻ കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ എന്താണ് പ്രോഫിറ്റാണ്, താഴേക്ക് വന്നാൽ ലോസാണ്. ഇനി ഞാൻ ട്രേഡ് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ 1:5 റേഞ്ചിലാണ് അധികവും ട്രേഡ് ചെയ്യാറുള്ളത്. ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം. കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ട്രേഡ് എന്താണ് നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ ഇവിടെ കാണാം. അതുപോലെ ഞാൻ പറഞ്ഞു ഇത് ഈ ചാർട്ടിലും നമുക്ക് ഇതിൽ വരച്ചിടാം. അതിൽ ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് സിമ്പിളാണ്. നമ്മൾ ഓർഡർ വിൻഡോയിൽ പോയിട്ട് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കൊടുക്കുക. ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് സിമ്പിളാണ്. മറ്റേതിനേക്കാളും വളരെ ഈസിയാണ്. സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്യാനും ഒക്കെ വളരെ ഈസിയാണ്. ഇവിടെ നമ്മൾ എൻട്രി എടുത്തത് ഈ ഒരു ഏരിയ നിന്നാണ്. ഈ ഒരു ചാർട്ടിൽ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനും മാർക്ക് ചെയ്യാം. നമ്മുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇതിൻ്റെ സുഖം എന്ന് വെച്ചാൽ ആ ലൈൻ കണ്ടില്ലേ, താഴെ സ്റ്റോപ്പ് ലോസിൻ്റെ ലൈനാണ്, മുകളിൽ ടാർഗറ്റിൻ്റെ ലൈനാണ്. അപ്പോൾ നമ്മൾ ഇനി ഈ ആ ഒരു ഏരിയ ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാം $0.13 പ്രോഫിറ്റിലാണ്. മുകളിൽ കാണിച്ചാൽ ഇന്ത്യൻ റുപ്പീസിലും കാണിക്കും. പിന്നെ ഇവിടെ നമുക്ക് US ഡോളറിലും കാണിക്കും, മുകളിൽ ഇന്ത്യൻ റുപ്പീസിലും. 510 രൂപ ഇപ്പോൾ പ്രോഫിറ്റ്. അത് 500 രൂപ വെച്ച് നമ്മൾ ട്രേഡ് ചെയ്തു, 510 രൂപ പ്രോഫിറ്റാണ്. ഇവിടെ നിങ്ങൾക്ക് TP അതായത് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഒക്കെ മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോഡിഫൈ ചെയ്ത് കൊടുക്കണേ, അങ്ങനെ ചെയ്യാം. അതിനെക്കാട് ഈസി ആയിട്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു ചാർട്ടിൽ പോയിട്ട് സിമ്പിളായിട്ട് തന്നെ മോഡിഫൈ ചെയ്യാൻ പറ്റും നമുക്ക്. ഈ ഒരു ജസ്റ്റ് സ്റ്റോപ്പ് ലോസിൻ്റെ താഴെയുള്ള സ്റ്റോപ്പ് ലോസ് അത് മോഡിഫൈ ആണെങ്കിൽ താഴേക്ക് വെച്ചെടുത്താൽ ആ ഒരു സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ആവും. അതുപോലെ ടാർഗറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ മോഡിഫൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താണ് എപ്പോഴും പോയിന്റ് പോയിട്ട് അടിച്ച് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ലൈനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും മോഡിഫൈ ചെയ്യാൻ പറ്റും. ഏതായാലും ഓർഡർ അപ്ഡേറ്റഡ്, സ്റ്റോപ്പ് ലോസ് ഓർഡർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാം ആ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ അപ്ഡേറ്റ് ഉണ്ട്. ഇത് വേണ്ടത് നമുക്ക് മാറ്റി നേരത്തെ നമ്മൾ കൊടുത്ത അതേ ഏരിയയിലേക്ക് തന്നെ കൊടുക്കണേ, അങ്ങോട്ട് തന്നെ മാറ്റുക, അപ്ഡേറ്റഡ്, അതും അപ്ഡേറ്റഡ് ആയി. ജസ്റ്റ് ലൈന് മൂവ് ചെയ്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. കുറച്ചും കൂടി അതാണ് പറഞ്ഞ യൂസർ ഫ്രണ്ട്ലി ആണെന്ന് പറയാൻ കാരണം ഇവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്ത നിങ്ങളുടെ പ്രോഫിറ്റ് ഇവിടെ കാണാൻ കഴിയും. അതുപോലെ നിങ്ങൾക്ക് എത്രക്കാണ് എൻട്രി എടുത്തത്, പിന്നെ എസ്റ്റിമേറ്റഡ് ലിക്വിഡേഷൻ പ്രൈസിനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ PNL അനലിറ്റിക്സ് ഒക്കെ നോക്കാൻ കഴിയുമ്പോൾ കേട്ടോ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇതിൻ്റെ ഫസ്റ്റ് ഈ ഒരു 500 രൂപ ആഡ് ചെയ്തിട്ട് ആദ്യം ട്രേഡ് ആയതുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി വേറെ ട്രേഡൊന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഇതിൽ കാണാൻ കഴിയില്ല. ഓക്കെ, നമുക്ക് ഞാൻ അപ്ഡേഷൻ തരാം. സമയം 7 മണിയായിട്ടുണ്ട്. ഞാൻ ട്രേഡ് എടുത്തതിന് ശേഷം ഓർഡേഴ്സ് ഇട്ടു, ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് പോയതാണ്. പിന്നെ ടാർഗറ്റ് അടിച്ചു, ഇപ്പോൾ വീണ്ടും വീഡിയോ ഒന്നും ചെയ്യുകയാണ്. അതായത് നമ്മൾ വീഡിയോ മാർക്കറ്റിൽ വേണ്ട ആവശ്യമില്ല, ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്താൽ മതി. ഓൾറെഡി ഒരു ഓർഡർ ഹിറ്റായാൽ മറ്റേത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയി പോകും. ഇവിടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കാണാം 564, അതായത് 564.90, 565 രൂപ ആയിട്ടുണ്ട് 500 രൂപ ഉള്ളത്. അതായത് 65 രൂപ പ്രോഫിറ്റാണ് ഈ ഒരു ട്രേഡിൽ. ഈ ഒരു ട്രേഡിൽ ഞാൻ പറഞ്ഞ പെർഫെക്റ്റ് ആയിട്ട് ലിക്വിഡിറ്റി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ, അതുപോലെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ടാർഗറ്റ് അടിച്ചതിന് ശേഷം മാർക്കറ്റ് താഴേക്ക് വരുന്നുണ്ട്, നമ്മുടെ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് പിന്നെയും കുറച്ചുകൂടി മുകളിലേക്ക് പോയി. പക്ഷേ നമ്മുടെ 1:5 എബോവ് 1:6 റേഞ്ചിലൊക്കെ ടാർഗറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ബുക്ക് ചെയ്തു. ഇത് ഞാൻ പറഞ്ഞു നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു കാര്യം എന്താ, ജോലി ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ വേറെ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ജോലി കഴിഞ്ഞിട്ടും ഒക്കെ ചെയ്യാൻ പറ്റും. അത് സ്റ്റോപ്പ് ലോസും ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്ത് പോയാൽ മതി. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഗുണവും അതുപോലെ ഒരു ദോഷവും ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ഇപ്പോൾ ചെയ്തത് 25 ടൈംസ് ലിവറേജ് എടുത്തിട്ടാണ്. അതായത് ആ ഒരു ട്രേഡിൽ എനിക്ക് 25 ടൈംസ് ലിവറേജ് എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് 65 രൂപ പ്രോഫിറ്റ്. ഇതിന് പകരം ഞാൻ 200 ടൈംസ് ലിവറേജ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ 65 രൂപ പ്രോഫിറ്റിന് പകരം എനിക്ക് കിട്ടുക എത്രയെന്ന് അറിയാം,
അത് 700 സംതിങ് രൂപ പ്രോഫിറ്റ് തന്നെ കിട്ടും. ക്യാപിറ്റൽ ഡബിൾ അധികമാവും. ഇനിയിപ്പോൾ 100 ടൈംസ് ലിവറേജ് എടുക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് ഇപ്പം ഓൾറെഡി ഒരു 25 ടൈംസ് ലിവറേജ് എടുത്തുകൊണ്ട് തന്നെ 12% 13% പ്രോഫിറ്റ് ഉണ്ട് സാധനം. ഇനി 100 ടൈംസ് ലിവറേജ് എടുക്കുകയാണെങ്കിൽ 60% പ്രോഫിറ്റ് ആയിരിക്കും. 200 എടുക്കുകയാണെങ്കിലോ ക്യാപിറ്റൽ ഡബിൾ ആവും. പക്ഷേ അതൊരു അതുപോലെ പ്രോബ്ലം എന്താ വെച്ചാൽ 200 ടൈംസ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ SL, ഞാൻ ചെറിയ SL ആണ് വെക്കുന്നത്, SL അടിച്ചാൽ ക്യാപിറ്റലിൻ്റെ 250 രൂപ ലോസ് ആവും. അപ്പോൾ 750 രൂപ പ്രോഫിറ്റ്, 800 രൂപ പ്രോഫിറ്റിൽ 200 രൂപ ലോസും വരും. അപ്പം പ്രോഫിറ്റ് മാത്രമല്ല, കൂടുതൽ ലിവറേജ് എടുക്കുമ്പോൾ ലോസ് വരും എന്നുള്ളൊരു സാധനം കൂടി ഇതിൽ മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ 25 ടൈംസ് മാക്സിമം ലിവറേജ് ഒക്കെ എടുത്തിട്ട് ചെയ്താൽ മതി, അതായിരിക്കും ബെറ്റർ ഉണ്ടാവുക. അതുപോലെ വളരെ ചെറിയ എമൗണ്ട് ആദ്യം ഇടുക, ഒരു 500 രൂപയൊക്കെ ഇട്ടിട്ട് ഇതിൽ ട്രേഡിങ് എങ്ങനെ ഉണ്ട് നോക്കുക, ഇതിനെക്കുറിച്ച് ചെറുതായിട്ട് പഠിക്കാനൊക്കെ ശ്രമിക്കുക. അല്ലാതെ വലിയ പൈസ ഒന്നും ഇട്ടിട്ട് ആരും ട്രേഡ് ചെയ്യരുത് സ്റ്റാർട്ടിങ്ങിൽ. നമ്മൾ ആദ്യം പഠിച്ചെടുക്കുക എന്നുള്ളതാണ്, എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള. ഓക്കെ. അതുപോലെ ഇതിൻ്റെ ബ്രോക്കറേജ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഓർഡറിൽ 0.02%, മാർക്കറ്റ് ഓർഡറിൽ 0.05% ആണ്, അതായത് ടോട്ടൽ മാർജിൻ യൂസ് ചെയ്യുന്നതിൻ്റെ. ഓക്കെ. എനിവേ, താങ്ക് യു, ബൈ.